കുറെ പേരുണ്ട് ഞങ്ങൾ ഇതിൽ വന്നു കഴിഞ്ഞാൽ നേരെ റിഗ് എന്ന ഒറ്റ വാക്കാണ്. അത് ഓഫ് ഷോർ ആണ്, ഓൺ ഷോർ പോലല്ലേ അല്ല, റിഗ് എന്ന ഒറ്റ വാക്കാണ് കൂടുതൽ അറിയുന്നത്. അത് മിക്കവർക്കുള്ള സംശയമാണ്. റിഗ് മാത്രമല്ല, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഞാനിപ്പോൾ ഷിപ്പ് യാർഡിൽ വർക്ക് ചെയ്യുന്നു, റിലയൻസിന്റെ റിഫൈനറിയിൽ വർക്ക് ചെയ്തു. അതെല്ലാം റിഗ് അല്ലല്ലോ, മറ്റൊരു മേഖലയല്ലേ. IMSൽ നിന്ന് ഇറങ്ങുമ്പോൾ ഫുൾ കോൺഫിഡൻസ് ആയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. UT പഠിക്കണമെന്ന് ആഗ്രഹിച്ച് UT പഠിച്ചു, അങ്ങനെയാണ് ഇറങ്ങിയത്. അപ്പോൾ UTയിലേക്ക് കയറിയപ്പോൾ തന്നെ എനിക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ കയറി. ഇവിടെ തന്നെ പ്ലേസ്മെന്റ് കിട്ടിയതാണ്, റിലയൻസിന്റെ റിഫൈനറിലേക്ക്. അസീറ IXAR എന്ന കമ്പനിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ തന്നെയുള്ള പ്ലേസ്മെന്റ് ആണ് ഷിപ്പ് യാർഡിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രൈവറ്റ് കമ്പനിയിലേക്ക് കിട്ടിയത്. ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ സാർ പറഞ്ഞു മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതെ, എന്നെ കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം ഞാനിവിടെ നിന്ന് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹത്തോട് കൂടി തന്നെയാണ്. അപ്പോൾ അത് പരമാവധി ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ഓരോ സ്റ്റുഡൻസും അങ്ങനെ ചെയ്താൽ അവരുടെ ലൈഫ് നല്ല രീതിക്ക് സക്സസ് ആവും. ഹായ്, എൻ്റെ ഒരു ജോസഫ് ബൈജു. ഞാൻ ഇപ്പോൾ കറൻ്റ് ഇവിടെ ഓയിൽ ആൻഡ് ഗ്യാസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളൊരു അലൂമിനി എന്ന സ്ഥിതിക്ക് കുറേ ഡൗട്ട്സും കാര്യങ്ങളുണ്ട്. കാരണം സാർ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് കൊച്ചിൻ ഷിപ്പ് യാർഡ് ഡ്രൈ ഡോക്കിലാണ്. അപ്പോൾ ഇതേ ഫീൽഡിലേക്ക് വരാനുള്ളതാണ് ഞങ്ങൾ. അപ്പോൾ ഇതിൽ തന്നെയും അല്ലെങ്കിൽ വേറെ സെക്ടേഴ്സിലും വർക്ക് ചെയ്യാനുള്ളതാണ്. സാർ, ഫസ്റ്റ് ഓഫ് ഓൾ എങ്ങനെയാണ് IMSൽ എത്തിച്ചേർന്നത്? ഞാൻ മുന്നേ കുറച്ച് ജോലിയൊക്കെ ചെയ്തിരുന്നു. ഒരു ദിവസം ഇങ്ങനെ വീട്ടിലിരുന്ന് ഇൻസ്റ്റാഗ്രാം നോക്കിയപ്പോൾ അതിനകത്ത് ഒരു പരസ്യം കണ്ടു. അപ്പോൾ അതിലേക്ക് മെസ്സേജ് അയച്ചപ്പോഴാണ് അവരിങ്ങോട്ടേക്ക് വിളിച്ച് വിളിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു ചോദിച്ചപ്പോൾ ഒന്നുകൂടെ അറിയാനായിട്ട് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഈ ഒരു ജോലി വ്യത്യസ്ത ജോലിയാണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ കാര്യങ്ങളും എല്ലാം ക്ലിയർ ആയിട്ട് ഇവിടെ നിന്ന് പറഞ്ഞു തന്നു. അപ്പോൾ ഇതിൽ ചേരണമെന്ന് തോന്നി, അങ്ങനെ ഒന്ന് ചേർന്നാണ്. ബ്രോക്ക് ഈ IMSൽ നിന്ന് പാസ്ഡ് ഔട്ട് ആയി കഴിഞ്ഞപ്പോൾ ഡയറക്റ്റ് ഇവിടുന്ന് പ്ലേസ്മെന്റ് തന്നെ കിട്ടിയിട്ടാണോ ഷിപ്പ് യാർഡിലേക്ക്? അതെ, ഇവിടെ തന്നെ പ്ലേസ്മെന്റ് കിട്ടിയതാണ്. റിലയൻസിന്റെ റിഫൈനറിലേക്ക് അസീറ ഫസ്റ്റ് അവിടെ IXAR എന്ന കമ്പനിയായിരുന്നു, അങ്ങോട്ടേക്ക് കിട്ടിയതായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഷിപ്പ് യാർഡിലേക്ക്. അത് കഴിഞ്ഞിട്ട് ഇവിടെ തന്നെയുള്ള പ്ലേസ്മെന്റ് ആണ് ഷിപ്പ് യാർഡിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രൈവറ്റ് കമ്പനിയിലേക്ക് കിട്ടിയത്. IMSൽ നിന്ന് ഇറങ്ങുമ്പോൾ ഫുൾ കോൺഫിഡൻസ് ആയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ UT ടെക്നീഷ്യൻ തന്നെ ഇറങ്ങിയത്. അപ്പം UT പഠിക്കണമെന്ന് ആഗ്രഹിച്ച് UT പഠിച്ചു, അങ്ങനെയാണ് ഇറങ്ങിയത്. അപ്പം UTയിലേക്ക് കയറിയപ്പോൾ തന്നെ എനിക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ കയറി. ഇവിടെ നിന്ന് ഏകദേശം അത് പഠിച്ചിട്ട് തന്നെയാണ് ഇറങ്ങിയത്. അപ്പം നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. സാറിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ചെയ്ത ഫീൽഡാണ് സാർ പറഞ്ഞത്. അപ്പോൾ ഇവിടെ കുറേ പേരുണ്ട് ഞങ്ങൾ ഇതിൽ വന്നു കഴിഞ്ഞാൽ നേരെ റിഗ് എന്ന ഒറ്റ വാക്കാണ്. അത് ഓഫ് ഷോർ ആണ്, ഓൺ ഷോർ പോലല്ലേ അല്ല, റിഗ് എന്ന ഒറ്റ വാക്കാണ് കൂടുതൽ അറിയുന്നത്. കാരണം ഈവൻ ദോ നമ്മൾ അഡ്വർടൈസ്മെന്റിൽ കാണുമ്പോൾ പ്രൊഫൈലിൽ കാണുന്നത് സീനടുക്ക് ഓഫ് ഷോർ റിഗാണ് കാണുന്നത്. അപ്പം എല്ലാവർക്കും വെച്ചാൽ ഈ ഒറ്റ ഫീൽഡേ ഉള്ളൂ, ലൈക്ക് ഈ ഒരൊറ്റ പോസ്റ്റിങ്ങേ ഉള്ളൂ, എന്തോരോ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും. അത് മിക്കവർക്കുള്ള സംശയമാണ്. റിഗ് മാത്രമല്ല, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. റിഗ് എന്ന് പറയുമ്പോൾ അത് റിഗിലേക്ക് തന്നെ ചുരുങ്ങിപ്പോകും. പക്ഷേ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മേഖല തന്നെയാണ് ഈ മേഖല എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരുപാട് ഫാക്ടറികളിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിപ്പോൾ ഷിപ്പ് യാർഡിൽ വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, റിലയൻസിൻ്റെ റിഫൈനറിയിൽ വർക്ക് ചെയ്തു. അതെല്ലാം റിഗ് അല്ലല്ലോ, മറ്റൊരു മേഖലയല്ലേ. അതെ, അങ്ങനെ പോയി വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് റിഗ് എന്ന് പറഞ്ഞ ആ ഒരു ഇതിൽ റിഗിലും വർക്ക് ചെയ്യാം. ഈ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിഗിലും വർക്ക് ചെയ്യാൻ പറ്റും. ബ്രോക്ക് ഇവിടുന്ന് ഫസ്റ്റ് തന്നെ ഈ പ്ലേസ്മെന്റ് കിട്ടി പ്ലേസ്ഡ് ആയിട്ട് ഫസ്റ്റ് ഡേ എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഫസ്റ്റ് ഡേ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ അവിടെ ചെന്ന് ഒരുപാട് കാര്യങ്ങൾ, അതായത് ഡോക്യുമെന്റേഷനൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ജോലി ചെയ്യുന്നതിന് മുമ്പ്. അല്ലെങ്കിൽ ജോലി ചെയ്ത് കഴിഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് ഇത്തിരി പാടായിട്ട് തന്നെ തോന്നി. പക്ഷെ അത് ചെയ്ത് പഠിച്ചു വന്നപ്പോൾ തന്നെ ഇനി അത് സിമ്പിളായിട്ട് മാറി. ഇപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ സ്പാർക്ക് ആൻഡ് ഫ്ലെയിം എന്ന് പറയുന്ന ഒരു സെഷൻ, അതിനകത്ത് നിങ്ങൾക്ക് ഇതെല്ലാം ഇപ്പോൾ അത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കിനി ഇവിടുന്ന് പഠിച്ചിറങ്ങുമ്പോൾ കുറച്ചുകൂടെ അത് നിങ്ങളൊരു ഫ്രഷറായിട്ട് അവിടെ നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യില്ല. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ പുതിയൊരു ഇൻട്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ടെക് വർക്ക് ബുക്ക്. അപ്പോൾ അതിൽ കുറേ ഫോംസ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതെ, സോ അത് നമുക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ യൂസ്ഫുൾ ആയിരിക്കുമോ? ഡെഫിനറ്റ് ആയിട്ട് യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇവിടെ അത് നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ജോബിൽ ചെല്ലുമ്പോൾ ഒരു ഫ്രഷർ എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റി മാറും. കാരണം നിങ്ങൾക്ക് ജോബ് ചെയ്ത് ശീലമുള്ള ഒരാളെ പോലെ തന്നെ അവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫ്രഷറായിട്ട് നമ്മൾ വർക്കിന് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കാണിച്ചു തരാൻ വേണ്ടി ആരെങ്കിലും ഉണ്ടാവും? നമുക്ക് ഫസ്റ്റ് ടൈം നമുക്ക് അറിയില്ലല്ലോ. നമ്മൾ ഫസ്റ്റ് ടൈം കയറുമ്പോൾ കാണിച്ചു തരാൻ ആളുണ്ടാവും. പക്ഷെ ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ നമ്മൾ തന്നെ പോയി ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഐസോമെട്രിക് മാപ്പ് തരും, നമ്മൾ അവിടെ ചെന്ന് ഏത് ജോബാണെന്നുള്ളത് കണ്ടുപിടിച്ച് ചെയ്യേണ്ടി വരും. എൻ്റെ ഒരു എക്സ്പീരിയൻസ് അങ്ങനെ ആയിരുന്നു. ഇപ്പോൾ നമ്മളൊരു കോഴ്സ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു പ്ലേസ്ഡ് ആയിട്ട് കയറി നമുക്ക് ഇതിൽ ഗ്രോത്ത് വേണം എന്ന് ചിന്തിക്കുകയാണ്. അപ്പോൾ വീട്ടിലിപ്പോൾ ഒരേ സെക്ടറിൽ ഇവിടെ തന്നെ പഠിപ്പിക്കുന്ന സാർമാരെ എപ്പോഴും പറയുന്നത് ഫസ്റ്റ് ഇപ്പോൾ ഒരു സാലറി കിട്ടിക്കുമ്പോൾ നിങ്ങളിതും സെറ്റിലായി ആ ഒരു മൈൻഡിലായത്. അത് കഴിഞ്ഞ് പിന്നെയും ഗ്രോത്ത് പഠിക്കണം, പിന്നെ എക്സാംസ് പേപ്പേഴ്സ് എടുക്കുക, സർട്ടിഫിക്കേഷൻസ്, എക്സ്പീരിയൻസ്. അപ്പോൾ ആ ഒരു ഇതിൽ എത്ര ഒരു ടൈം ഡ്യൂറേഷൻ എക്സ്പീരിയൻസിന് വേണ്ടത്, അത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് ട്രൈ ചെയ്യേണ്ടത്, എന്താണ് ട്രൈ ചെയ്യേണ്ടത്? ടൈം ഡ്യൂറേഷൻ അല്ല, ശരിക്കും പറഞ്ഞാൽ എക്സ്പീരിയൻസ് എടുക്കുക.
അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എത്രത്തോളം അതിൽ നിന്ന് കൂടുതൽ പഠിക്കാൻ പറ്റും. ഇപ്പം ഞാൻ UT ആണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു, UT അല്ലാണ്ട് ഇനി എനിക്ക് PUT പഠിക്കാനുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഓരോന്നിനും ലെവല് പലതുണ്ട്. ആ ലെവല് പലത് പഠിച്ച് സർട്ടിഫിക്കേഷൻ മേടിക്കുക, എക്സ്പീരിയൻസിൻ്റെ ലെവൽ കൂട്ടുക, അതാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വരാൻ പറ്റും. ഈ സേഫ്റ്റി കുറേ പേര് പറയുന്നത് ഈ അൾട്രാസൗണ്ട് ടെസ്റ്റ് അങ്ങനെയൊക്കെ സേഫ്റ്റി പരമായി ഭയങ്കര എഫക്റ്റ് ചെയ്യും ബോഡിയിൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് അങ്ങനെ വിഷയമില്ല. എല്ലാവരും ഇങ്ങനെ പറഞ്ഞ അൾട്രാസോണിക് ഓയിൽ ആൻഡ് ഗ്യാസ് അല്ലെങ്കിൽ കെമിക്കൽസ് ഇൻഹേൽ ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനത്തെ ഒരു എഫക്റ്റ് ഫ്യൂച്ചറിൽ വരും. അപ്പം അതിനെ പറ്റി സേഫ്റ്റി നല്ലോണം ഉണ്ട് ഈ ഫീൽഡിൽ എന്ന് തോന്നുന്നുണ്ട്. പൊതുവെ മിക്കവർക്കുള്ളൊരു പേടി തന്നെയാണ് ഈ ഒരു ഇങ്ങനെ വിഷയം ഉണ്ടാവുന്നൊരു പേടിയുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സേഫ്റ്റി ഫസ്റ്റാണ്. എവിടെ ചെന്നാലും സേഫ്റ്റി ഫസ്റ്റാണ്. സേഫ്റ്റി കഴിഞ്ഞിട്ട് നമ്മൾ മറ്റു ജോലികളിലേക്ക് കിടക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ പേടിക്കാനൊന്നുമില്ല, നന്നായിട്ട് തന്നെ ജോലി ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇപ്പോൾ പാരൻസിനോട് ഇത് ഈ കാര്യങ്ങൾ പറയുകയാണെങ്കിലും അവരാദ്യം തന്നെ പറയണതാണ് അയ്യോ റിഗാണോ, പോവണ്ട, ഹെൽത്ത് ഭയങ്കര ഇഷ്യൂ ഉണ്ടാവും. സോ ഇതിൽ നിന്നൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ എന്താണ്, അതിൻ്റെ ആ ഹെൽത്ത് ഹസാർഡ്സിൽ നിന്ന് നമുക്ക് വിട്ടുവെക്കാൻ പറ്റിയിട്ടുള്ള? ജോലിക്ക് കയറുന്നതിന് തന്നെ മിക്കയിടത്തും ഞാൻ റിഫൈനറിൽ പോയ സമയത്ത് തന്നെ ആ ജോലി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു ക്ലാസ് ഉണ്ടാവും, എല്ലാ ദിവസവും ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾക്ക് എന്തൊക്കെ ചെയ്യണം, അതായത് സേഫ്റ്റി ആയിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്, നമ്മൾ എന്തൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഇടുന്ന ഡ്രസ്സുകളും കാര്യങ്ങളും, അതിൻ്റെ എല്ലാം ക്ലിയർ ആയിട്ടുള്ളൊരു ക്ലാസ് തരും. അപ്പോൾ ഒന്നുകൊണ്ടും പേടിക്കാനില്ല. നമ്മളവിടെ കയറുമ്പോൾ നമ്മുടെ സേഫ്റ്റി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സേഫ്റ്റി പ്രധാനമാണ്. ആ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ജോലി ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ നമ്മളെ ഫുള്ളി പ്രിപ്പയർഡ് ആണ് ജോലിക്ക് ഇറക്കുന്നത്. അതെ, വീട്ടുകാരെ അതൊന്ന് മനസ്സിലാക്കി കൊടുക്കാൻ മാത്രമേ ഉള്ളൂ, ബാക്കി പേടിക്കാനില്ലാത്തൊരു ജോലി. ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ സാർ പറഞ്ഞു മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇവിടെ എപ്പോഴും എല്ലാ സാറും പറയാനുള്ളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. IMSന്റെ എക്കോസിസ്റ്റം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന പ്ലജിലുണ്ട്. അപ്പോൾ സാറിനത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ സാറിന് തോന്നുന്നുണ്ട്, സാറിന് വർക്ക് ചെയ്യുമ്പോൾ എത്ര എഫക്റ്റീവ് ആയിട്ടുണ്ട്? എന്നെ കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം ഞാനിവിടെ നിന്ന് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹത്തോട് കൂടി തന്നെയാണ്. അപ്പോൾ അത് പരമാവധി ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ഓരോ സ്റ്റുഡൻസും അങ്ങനെ ചെയ്താൽ അവരുടെ ലൈഫ് നല്ല രീതിയിൽ സക്സസ് ആവും. സാർ ഒരു മെയിൻ ഡൗട്ടാണ് എല്ലാവർക്കും ഉള്ളത്, നമ്മുടെ കോഴ്സ് കഴിഞ്ഞിട്ട് ഒരു ഡ്യൂറേഷൻ ഉണ്ടാവുമല്ലോ, നമുക്കൊരു എന്തായാലും ഫസ്റ്റ് 2 years ഒക്കെയാണ് മെയിൻലി കുറവ് പറയുന്നത്. സെറ്റിലാക്കാൻ, നല്ലൊരു പൊസിഷനിലെത്താൻ, ലൈഫിൽ സെറ്റിലാൻ, നല്ല സാലറി വാങ്ങിക്കാൻ എത്ര ടൈം എടുക്കുമായിരിക്കും? ശരിക്കും അതൊരു ഡിപ്പെൻഡബിൾ ആണ്. കാരണം ചിലവർ 1 വർഷം കൊണ്ട് എടുക്കും, ചിലർ 3 വർഷമൊക്കെ ആകും. എത്രത്തോളം എക്സ്പീരിയൻസ് ആകുന്നോ, എത്രത്തോളം സർട്ടിഫിക്കറ്റുകൾ എടുക്കുന്നോ, അതാണ് നമ്മുടെ ലൈഫിനെ സക്സസ് ആക്കുന്നത്. സോ സാർ, നമുക്കിപ്പോൾ ബേസിക് ആയിട്ടുണ്ടായിരുന്ന കുറച്ച് ഡൗട്ട്സ് ഉണ്ടായിരുന്നു, അതേപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇത്ര നേരം നമ്മളോട് ഇരുന്നിട്ട് അത് യൂസ്ഫുൾ ആയിട്ട് തന്നെ നമുക്കത് തോന്നി. കുറച്ച് ഇൻസൈറ്റ്സും കാര്യങ്ങളൊക്കെ സാർ ഷെയർ ചെയ്ത് തന്നപ്പോൾ നമുക്കും അത് വരും പിന്നെയുള്ള ടൈമിൽ അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടാണ് തോന്നുന്നത്. സോ താങ്ക് യു സർ. ഓക്കെ, എനിക്ക് വളരെ സന്തോഷം. കുറേ നാൾക്ക് ശേഷം ഇവിടെ IMSൽ തിരിച്ചു വരാൻ പറ്റിയതും നിങ്ങളോടൊക്കെ ഒന്ന് സംസാരിക്കാൻ പറ്റിയതും വളരെ സന്തോഷം. താങ്ക് യു.